think this is the first public appearance of Dr. Narayana. We are very much thankful to him for the encouraging and stimulating talk. The next. അടുത്തതായി ഈ നമ്മുടെ റെസിഡൻ്റ് ഏരിയയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള സമ്മാനദാനം ഒരു ഫെലിസിറ്റേഷനാണ്. ആദ്യമായി ഡോക്ടർ നാരായണൻ സാറിൻ്റെ മകൾ ദിവ്യ എന്നെ തന്നെ ക്ഷണിക്കുന്നു. ദിവ്യയാണ് PGDM-ന് ഗോൾഡ് മെഡൽ, അതായത് റിസർച്ചിൽ ഗോൾഡ് മെഡൽ നേടിയ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ദിവ്യ എന്നെ മെമൻറ്റോ സ്വീകരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. മെമൻറ്റോ നൽകാൻ നമ്മുടെ കൗൺസിലർ, ബഹുമാനപ്പെട്ട കൗൺസിലർ, അച്ഛൻ മകൾക്ക് മെമൻറ്റോ കൊടുക്കുന്നതൊന്നും മാറ്റാൻ വിചാരിച്ചിട്ടാണ് കൗൺസിലറിനെ വിളിച്ചത്. എന്തായാലും നാരായണൻ സാറും കൗൺസിലർ എല്ലാവരും കൂടെ ചേർന്ന് ദിവ്യയ്ക്ക് മെമൻറ്റോ പ്രസന്റ് ചെയ്തു. അടുത്തത് നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിൽ നിന്ന് MBBS പാസ്സായി. MBBS എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, ഡോക്ടർ എന്ന് പറയുമ്പോൾ അതൊരു സോഷ്യൽ സർവീസും കൂടെയാണ്. അതുകൊണ്ട് അതിനൊരു പ്രത്യേക ഫെലിസിറ്റേഷൻ നമ്മൾ ഇതിനു മുമ്പും കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നു. അപ്പോൾ MBBS പാസ്സായ ആദ്യത്തെ ആളെ വിളിക്കുന്നു. അലൻ ഷിബു കോശി. അദ്ദേഹം സദസ്സിലില്ല. അദ്ദേഹത്തിൻ്റെ ഫാദർ ഷിബു കോശിയാണ് അതിനു വേണ്ടിയിട്ട് മെമൻറ്റോ സ്വീകരിക്കാൻ വരുന്നത്. അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു. അഭിഷേക് സാം അലക്സ്, അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത് കേരള സ്റ്റേറ്റ് സിലബസിൽ 12th എല്ലാ വിഷയത്തിനും A+ നേടിയ ഗൗരി GR. ഗൗരി GR സദസ്സിലില്ല. ഗൗരി GRന് വേണ്ടിയിട്ട് ഗൗരി GRന്റെ അനിയത്തിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചേച്ചിക്ക് വേണ്ടി അനിയത്തി മെമൻറ്റോ വാങ്ങിക്കുന്നതാണ്. ഗൗരി GR എൻ്റെ സഹോദരൻ്റെ മകളും കൂടെയാണ്. CBSE 10th എല്ലാ വിഷയത്തിനും A ഗ്രേഡ് നേടിയ ശ്രീശങ്കർ P യെ വേദിയിലേക്ക് മെമൻറ്റോ സ്വീകരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. SSLCക്ക് എല്ലാ പരീക്ഷയ്ക്കും A+ നേടിയ സോണ H നായരിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മെമൻറ്റോ സ്വീകരിക്കാൻ. SSLCക്ക് എല്ലാ വിഷയത്തിനും A+ നേടിയ നികിത ബിനോജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിദ്യാഭ്യാസത്തിൽ മികച്ച വിജയം നേടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഒപ്പം ഭാവിയിൽ അവർക്ക് കൂടുതൽ വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നാരായണൻ സാറിനെ പോലെയുള്ളവരുടെയും മറ്റ് മുതിർന്നവരുടെയും അനുഗ്രഹം അവർക്ക് ഉണ്ടാവും. നാരായണൻ സാറ് ഹീസ് എ ഡിസ്റ്റിങ്ഷ്ഡ് ജെന്റിൽമാൻ. പക്ഷെ എത്ര കുലീനമായ മനുഷ്യനാണ്, വളരെ സരസമായി ഒത്തിരി സംസാരിക്കും നമ്മൾ അറിയാം. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിനെ പോലെ തന്നെ സോമനാഥ് സാറും മാധവൻ നായർ സാറും ഒക്കെ അങ്ങനെയാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അതാണ് ആ ഒരു വ്യക്തിത്വങ്ങളുടെ പ്രത്യേകത. അഹങ്കാരം തീരെയില്ല, വളരെ കുലീനമായ ഒരു മനസ്സ്. പറയാതിരിക്കാൻ വയ്യ, കാരണം എനിക്ക് വലിയ ഇഷ്ടമാണ് സാറിനെ. ഞാൻ പറയാറുണ്ട്, എൻ്റെ സെലിബ്രിറ്റി ആരും ചോദിച്ചാൽ മോഹൻലാലല്ല, മമ്മൂട്ടിയല്ല, ഇനിയിപ്പോൾ രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള എന്താ പറയുക, പ്രധാനമന്ത്രിയോ ഈവൻ ചീഫ് മിനിസ്റ്ററോ പോലും ഇല്ല, സാറിനെ പോലെയുള്ളവരാണ്. കാരണം അവരാണ് രാജ്യത്തിനും ഈ ലോകത്തിന് ശരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്.
അത് പ്രത്യേകം ഞാൻ പറയുന്നു. താങ്ക്സ് സാർ ഫോർ കമ്മിങ് ഹിയർ ആൻഡ് ഓണറിങ് അസ്. നമ്മൾ ഒരു കാര്യം വിട്ടുപോയി. എല്ലാ വിഷയത്തിനും A+ നേടിയിട്ടുള്ളവർക്ക് മെമൻറ്റോയ്ക്കൊപ്പം ക്യാഷ് പ്രൈസും കൂടെ ഉണ്ടായിരുന്നു. ആ ക്യാഷ് പ്രൈസ് സ്വീകരിക്കാനായിട്ട് വിളിക്കാം. ഒന്നും കൂടെ അവർ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യം ഗൗരി GR ക്യാഷ് പ്രൈസ് സ്വീകരിക്കാനായിട്ട് വീണ്ടും അനിയത്തി തന്നെ വരുന്നു. ഈ ക്യാഷ് പ്രൈസ് ബിൽഗേറ്റ് വർഗീസ്, നമുക്കൊക്കെ അറിയാം ബിൽഗേറ്റിന്റെ ചെയർമാൻ, അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ല. അദ്ദേഹത്തിന്റെ ഒരു മെമ്മോറിയലായിട്ടാണ് ഈ ക്യാഷ് പ്രൈസ്. അടുത്ത ക്യാഷ് പ്രൈസ് സ്വീകരിക്കാനായിട്ട് നികിജ വിനോദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ വിഷയത്തിനും A+ നേടിയ. സോണ H നായരിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീശങ്കറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ISRO ചെയർമാൻ, അദ്ദേഹം നമുക്കെല്ലാവർക്കും സ്വീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ലഡു അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഒരു എന്താ പറയുക ഓണറായിട്ട്. അപ്പോൾ അതെല്ലാവർക്കും വിതരണം ചെയ്യുന്നതായിരിക്കും. അത് കഴിച്ചതിന് ശേഷം നമുക്ക് ഫുഡിലേക്ക് കിടക്കായിരിക്കും. അപ്പം അതിന് മുമ്പായിട്ട് കലാപരിപാടികൾ അടുത്ത് ഉണ്ടാവുന്ന അത് അധ്യക്ഷൻ പറയും. കൗൺസിലർക്ക് സ്വീകരണം നൽകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഏറെ പ്രിയങ്കരനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ അനിരുദ്ധൻ സാറ്, ബഹുമാനായ ISRO ചെയർമാൻ നാരായൺ സാർ, പ്രസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, കുടുംബാംഗങ്ങളെ, ഏറെ സന്തോഷം. നാരായണൻ സാറിനെ പോലെയുള്ള വളരെ അതുല്യമായ ഒരു വ്യക്തിത്വമുള്ളപ്പോൾ ഒരു വേദി പങ്കിടാൻ അവസരം തന്നതിൽ ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ റെസിഡൻസ് അസോസിയേഷൻ വളരെ സജീവമായി എല്ലാ വിഷയങ്ങളിലും നിരന്തരം നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്ന റെസിഡൻസ് അസോസിയേഷനാണ്. ഇന്നലെ കൂടി ജനമൈത്രി പോലീസിൻ്റെ യോഗത്തിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ കൃത്യമായി വരികയും പങ്കെടുക്കുകയൊക്കെ ചെയ്ത് എല്ലാ തരത്തിലും റെസിഡൻസ് അസോസിയേഷനെ ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ ബൗസൻ സാറിൻ്റെ അവസ്ഥ അറിയാമല്ലോ. വയ്യ, എന്നാലും ഇങ്ങനെ നടക്കും. ഇടയ്ക്കൊരു സർജറിയൊക്കെ കഴിഞ്ഞതാണ്. പക്ഷേ ഞാൻ രാവിലെ 6 മണിക്ക് ഈ പാർക്കിൽ വരുമ്പോൾ എന്നെക്കാളും മുമ്പേ ഈ പാർക്കിൽ കാണും. ചിലപ്പോൾ രാത്രി ഈ തുമ്പൂർ മൊഴി പ്ലാന്റിൻ്റെ അവിടെ ചില സമയത്ത് രാത്രി ബൗസൻ സാർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വളരെ ആക്റ്റീവായിട്ട് എന്നെക്കാളും ചെറുപ്പത്തിൽ നടക്കുന്ന വളരെ യൂത്ത്ഫുൾ മൈൻഡുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ഈ അസോസിയേഷൻ്റെ ഭാഗമായി നിൽക്കുന്നത് ഈ അസോസിയേഷനിൽ തന്നെ വലിയൊരു അനുഗ്രഹമാണ്. നമുക്കറിയാം അസോസിയേഷൻ തനതായി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റ് അസോസിയേഷൻ വെച്ച് നോക്കുമ്പോൾ സ്വന്തമായി ഓഫീസുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രദേശങ്ങളിലും CCTV ക്യാമറ സെക്യൂരിറ്റി സർവൈലൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നഗരസഭയുടെ ഭാഗമായി ചെയ്യാൻ കഴിയുന്ന ചില പ്രവർത്തനങ്ങൾ നടത്തിയതിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മളിപ്പം ഈ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസ് എല്ലാം കണക്കാക്കിക്കൊണ്ട് നമ്മൾ കുറച്ച് കോൺവെക്സ് മിറേഴ്സ് വെച്ചിട്ടുണ്ട്. മിക്ക ഏരിയകളിലും വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഈ പ്രധാനപ്പെട്ട റോഡാണ് ഈ ചന്ദ്രശേഖരൻ നായർ റോഡിൻ്റെ ശോചനീയാവസ്ഥ നമ്മുടെ ശ്രദ്ധയിലുണ്ട്. ഇനി പ്രത്യേകം സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് നമ്മൾ ഈ റോഡ് ഉൾപ്പെടുത്തിയത് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ഡിലേ വരുന്നത് ഗ്യാസ് പൈപ്പ് ലൈൻ്റെ വർക്കും അതിൻ്റെ കൂടെ വരും. അപ്പോൾ റോഡ് നമ്മൾ ടാർ ചെയ്തതിന് ശേഷം പിന്നെയും അത് കുഴിക്കേണ്ട ഒരു സാഹചര്യം വരാൻ ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്തൊരു ഡിലേ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട വട്ടിയൂർക്കാവ് MLA ഭാഗമായി നമ്മുടെ തുമ്പൂർ മൊഴി പ്ലാന്റിൻ്റെ അവിടെ ഒരു മിനിമാസ് ലൈറ്റ് സാറിന് വളരെ നന്ദി. ഈ യോഗത്തിൽ പങ്കെടുത്തതിന് സാറിന് ഈ അസോസിയേഷൻ്റെ പേരിലും എൻ്റെ പേരിലും നഗരസഭയുടെ പേരിലും സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു.
സാറിന് നാളെ തന്നെ ഡൽഹി പോകേണ്ടതായ അത്യാവശ്യം ആയതുകൊണ്ടാണ് സാർ ഇപ്പോൾ ഇറങ്ങുന്നത്. ഇത്രയും സമയം ഇവിടെ ചിലവഴിച്ചതിന് സാറിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. Vaishnavi. I study in 1D of Arya Center School. ഇന്ന് ഞാൻ പാടാൻ പോകുന്നത് ഒരു കുഞ്ഞു പാട്ടാണ്. ഗുഡ് ഈവനിങ്. അപ്പോൾ എൻ്റെ പേര് നിത്യപ്രിയ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ട് പാടാൻ പോകുന്നത് ജയചന്ദ്രൻ സാറിൻ്റെ ഒരു പാട്ടാണ്.
ഒരു ഗാനം ആലപിക്കുന്നതായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു പാട്ട് പാടാൻ ശ്രമിക്കാം. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം, കളിയാടാനീ കിളിമരത്തണലോരം, കളിയാടാനീ കിളിമരത്തണലോരം, കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം, വെള്ളാങ്കല്ലിൻ ചില്ലും കൂടൊന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നും എന്തേ പോരാത്തു വാവേ വാവാച്ചി, കുന്നിക്കൊരു കുത്തി മൊഴി പറിച്ചിട്ടോ പിന്നിക്കൊരത്തൊരു മാല തീർക്കാം, തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കലമാനെ കൊണ്ടെത്തരും, ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം. താങ്ക് യു. വേസ്റ്റ് ഇട്ടാൽ ഫൈൻ അടിക്കും. പിന്നെ അതിനേക്കാളും ഒരു സംഭവം ഉള്ളത്, ഇങ്ങനെ വേസ്റ്റ് ഇടുന്നത് ഫോട്ടോ എടുത്ത് കൊടുത്ത ഒരാൾക്ക് നമ്മുടെ ഇവിടെ കയറി നഗറിൻ്റെ പ്രദേശത്തെ വേസ്റ്റ് കൊണ്ട് ഇടുന്ന ഫോട്ടോ എടുത്ത് 2500 രൂപ അങ്ങോട്ടും കൊടുത്തത്. അത് ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. ഈ ജലസ്രോതസ്സുകളിലും അല്ലെങ്കിൽ പൊതുനിരത്തുകളിലൊക്കെ വേസ്റ്റ് ഇടുന്ന ഈ വണ്ടിയിലൊക്കെ കൊണ്ടിരുന്നിട്ട് പോകുന്നു. അപ്പോൾ വണ്ടി നമ്പർ ഫോട്ടോ എടുത്ത് തന്നാൽ ആ 2500 രൂപ അങ്ങനെ കിട്ടും. ഒരു ദിവസം ഇപ്പോൾ രാവിലെ നടക്കാൻ പോകുമ്പോൾ 4 ഫോട്ടോ കിട്ടിയ 10000 രൂപയാണ്. ഈ വേസ്റ്റ് കൊണ്ടിടുന്നവരെ ഫോട്ടോ എടുക്കാൻ നിന്നാൽ തന്നെ 10000 രൂപ ഒരു ദിവസം രാവിലെ കിട്ടും. അപ്പം ഞാൻ വളരെ ചുരുക്കി പറയട്ടെ, നമ്മൾ ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി ഈ റെസിഡൻസ് അസോസിയേഷൻ നഗരസഭയോട് സഹകരിക്കണമെന്നൊരു അഭ്യർത്ഥന വെക്കുകയാണ്. എല്ലാ വീടുകളിലും കിച്ചൺ ബിൻ പ്രാവർത്തികമാക്കാൻ സാധിക്കും. ഒരു മനസ്സുണ്ടായാൽ മതി. ഈ അസോസിയേഷൻ തന്നെ മുൻകൈ എടുത്തിപ്പം പരപ്പാലക്കാരൻ റെസിഡൻസ് അസോസിയേഷനൊക്കെ മുൻകൈ എടുത്ത് ഏറെക്കുറെ എനിക്ക് തോന്നുന്നു 80% വീട്ടിലും ഈ കിച്ചൺ ബിൻ ആക്കിയിട്ടുണ്ട്. അപ്പം കിച്ചൺ ബിൻ ഉപയോഗിക്കുന്നവർ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് പാർട്ടിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞു കൊടുക്കും. പിന്നെ ചില ആളുകൾ ചോദിക്കും കിച്ചൺ ബില്ല് എടുക്കുന്ന വളം എന്ത്, വളം വേണ്ടെങ്കിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചാൽ ആ വളത്തിൻ്റെ പൈസ തന്ന് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തിയിട്ട് എല്ലാവർക്കും പുതുവർഷ ആശംസ. നന്ദി, നമസ്കാരം.